ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ കുമ്പളങ്ങി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കുമ്പളങ്ങി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും ഇല്ലിക്കൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു. പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മാർട്ടിൻ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോൺ അലോഷ്യസ് മാലാട്ട് അധ്യക്ഷത വഹിച്ചു. അറസ്റ്റ് ചെയ്തതിനെതിരെ ഇന്ന് രാജ്യമെങ്ങും പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ഇന്നലെ വൈകിട്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം രാത്രിയില് നീണ്ട സമരമുഖത്തായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തകർ. അതുകൂടാതെ നമ്മൾ അറിയേണ്ട കാഴ്ചയുണ്ട്, ഇത് ഈ രാജ്യത്ത് ഒരു നിശബ്ദ വിപ്ലവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇതിന്റെ തുടക്കം എവിടെയാണെന്നറിയാം. കാരണം ഒരു ജഡ്ജിയുടെ പരാമർശം ഈ രാജ്യത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ പാറ്റകളൊന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമന്റ്, ആ കമന്റിന് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് പിന്നീട് ഇങ്ങോട്ട് അനേകായിരങ്ങൾ അനേക ലക്ഷങ്ങളാണ് ആ സോഷ്യൽ മീഡിയയിൽ അതിനോട് ചേർന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഈ രാജ്യത്തെ ചെറുപ്പക്കാർ ഒത്തുചേർന്നപ്പോൾ അങ്ങ് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ സമരം നടത്തുമ്പോൾ അവർക്ക് ആഭിമുഖ്യം വരുത്തിക്കൊണ്ട് സാമൂഹ്യ പ്രവർത്തകർ നിരാകരിച്ചപ്പോൾ അവരെയെല്ലാം ബലമായി നരേന്ദ്രമോദിയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആ സമരത്തെ അടിച്ചമർത്തുമ്പോൾ അതിനെതിരെ വീണ്ടും അനേകങ്ങള് വിവിധ സംസ്ഥാനങ്ങൾ എന്ത് പറയുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കോച്ചേരി ഉദ്ഘാടനം ചെയ്തു. ചോദ്യപേപ്പർ ചോർന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നും അതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ്. ഇന്നലെ ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസിന്റെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എംപിയും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള KC വേണുഗോപാലിനെയും കേരളത്തിന്റെ എംപിമാരായ ഡീൻ കുര്യാക്കോസിനെയും ഷാഫി പറമ്പിലിനെയും JB മേത്തറെയും ഹൈബീഡനെയും ഒക്കെ വളരെ അതിനിഷ്ഠൂരമായ വിധത്തിൽ തല്ലിച്ചതയ്ക്കുകയാണ് ഉണ്ടായത്. നമ്മൾ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രതിഷേധ സമരം, ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനം ആ സമരത്തിന്റെ മുൻനിരയിലേക്ക് വന്നപ്പോൾ വിറളി പൂണ്ട മോദി സർക്കാരിന്റെ നേതാക്കളും അതുപോലെ മോദി സർക്കാരും ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ 15 വർഷക്കാലവും ഭരണം നടത്തുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന മോദി സർക്കാർ രാജിവെക്കുന്നത് വരെയും അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ രാജിവെക്കുന്നവരെ ഈ സമരം പടരുമെന്നുള്ള വസ്തുത ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PA സഗീർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈമൺ വാഗപ്പാടത്ത് നന്ദി രേഖപ്പെടുത്തി. പരിപാടിയിൽ പഞ്ചായത്ത് അംഗങ്ങളായ ടോജി തോമസ് കോച്ചേരി, ആനി ഫ്രാൻസിസ്, അനഗ ജോസ്, ഷർമി ജോഷി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഗരറ്റ് ലോറൻസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലീജ തോമസ് ബാബു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ ജെയ്സൺ കൊച്ചുപറമ്പിൽ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് പ്രകടനവും പൊതുസമ്മേളനവും പഴങ്ങാട് ജംഗ്ഷനിൽ സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി. പശുക്കൾക്കുണ്ടാകാറുള്ള പാലുൽപാദനക്കുറവും ആരോഗ്യ പ്രശ്നവും കർഷകർ നേരിടേണ്ടി വരുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ മിൽക്ക് ബീറ്റ ഏറ്റവും മികച്ചൊരു പരിഹാര മാർഗമാണ്. കാൽസ്യവും മിനറൽസും വൈറ്റമിൻസിനും പുറമെ വ്യത്യസ്തങ്ങളായ അനേകം ചേരുവകൾ മിൽക്ക് ബീറ്റയിൽ അടങ്ങിയിട്ടുണ്ട്. മിൽക്ക് ബീറ്റ 2 കിലോയ്ക്ക് 360 രൂപ, 5 കിലോയ്ക്ക് 890 രൂപ, 20 കിലോയ്ക്ക് 2980 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നല്ലത് മാത്രം നൽകുന്നവയ്ക്ക് ഏറ്റവും നല്ലത് നൽകൂ. മിൽക്ക് ബീറ്റ.